അങ്ങനെ അവിടെ ഇവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് റോഡിലൊരു ആൾക്കൂട്ടം നിൽക്കുന്ന കണ്ട്. അത് കണ്ടപ്പോൾ രേവതി പറയുന്നു, അവിടെ ഒരു ആൾക്കൂട്ടം, സച്ചിയും പറയുന്നുണ്ട് ആൾക്കൂട്ടം കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ എന്ന് നോക്കി. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവർക്ക് പരിചിതമായ ആദിയും അവൻ്റെ മുത്തശ്ശിയാണ് കിടക്കുന്നത്. ആദി മുത്തശ്ശി എന്ന് വിളിക്കുന്നുണ്ട്. അമ്മമ്മ എണീക്ക് അമ്മമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ ആദിയുടെ അമ്മമ്മ എണീക്കുന്നില്ല, മയക്കത്തിലും കിടക്കുകയാണ്. ഉടൻ തന്നെ രേവതിയും സച്ചിയും കൂടെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഇവർക്ക് ഓർമ്മയൊന്നും വീഴുന്നില്ല, അത് എപ്പോഴും വീഴുമെന്ന് പറയാൻ പറ്റില്ല, ചിലർ ഇങ്ങനത്തെ കോമ സ്റ്റേജിലും ആവുന്നവരുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം മോനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, കൊച്ചിട്ട് പറയാൻ പേടിയാണ്. എന്തെന്ന് വെച്ചാൽ നേരത്തെ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, രേവതിയുടെയോ സച്ചിയുടെയോ അവരെ വീട്ടിൽ പോവുകയോ സംസാരിക്കുകയോ മിണ്ടാനോ ഒന്നിനും പാടില്ല, എങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുഞ്ഞിന് അങ്ങോട്ടും അവരോട് പറയാനും പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. എന്നാലും കുഞ്ഞ് അമ്മമ്മേ എണീക്ക് ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ്. ആ കരച്ചിൽ കണ്ടില്ല ആരും കരഞ്ഞു പോകും, കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട്. അപ്പോഴത്തേക്കും എന്ത് ചെയ്ത് രേവതി ആ ബാഗ് തുറന്ന് നോക്കുമ്പോൾ ഒരു ഫോണുണ്ട്. പക്ഷേ ഫോണിൽ നോക്കുമ്പോഴേക്കും ഫോണ് തറയിൽ വീണ് ഉടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നമുക്ക് ആരെയും വിളിക്കാനും പറ്റില്ല. അപ്പോൾ ചോദിക്കുന്നു, മോനെ ഇത് രേവതി ആൻറ്റിയാണ്, മോനെ ഒന്ന് പറ, മോൻ എന്താണ് പറ്റിയത്, മോൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഈ അമ്മമ്മയുടെ മോളെ തിരക്കിയാണോ വന്നത്, അവരെവിടെയാണ് താമസിക്കുന്നത്, എല്ലാം നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞ് അതൊന്നും പറയുന്നില്ല കേട്ടോ. കുഞ്ഞിന് പറയാൻ പേടിയാണ്. ശ്രുതി നേരത്തെ വിലക്കിയിട്ടുണ്ട്, ഒരു കാര്യവും പറയാനോ അവരോട് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നിനും പോകാൻ പാടില്ല എന്ന് ശ്രുതി വിലക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ കുഞ്ഞിന് ഓർമ്മ വന്നത്. അതുകൊണ്ട് കുഞ്ഞ് ഒന്നും പറയുന്നില്ല, അമ്മമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ട്. അങ്ങനെ ഇവരെ ഫോൺ നമ്പരൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് ഇവർ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിലോട്ട് കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പുറത്ത് നിൽപ്പുണ്ട്. ചന്ദ്രമതി നോക്കുമ്പോഴുണ്ട് തോളിലൊരു സാധനം കിടപ്പുന്നു. എന്താണ് ഈ സാധനം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നിൽക്കി അവിടെ എങ്ങോട്ടാണ് പോകുന്നത്, ഈ തോളിൽ കിടക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു. തോളിൽ കിടക്കുന്ന സാധനം കണ്ടില്ലേ, എന്താണെന്ന് പറയുന്നു. അത് അമ്മയ്ക്ക് അറിയില്ലേ, ഇത് അന്ന് വന്ന എന്നെ രക്ഷപ്പെടുത്തിയ കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ അമ്മൂമ്മ റോഡിൽ ബോധം കെട്ട് വീണു. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാണ്. പിന്നെ ഈ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് വരാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ ആവശ്യം വല്ലതുമുണ്ടോ? ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മൂമ്മയല്ലേ ഏൽപ്പിക്കാനുള്ളൂ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിൻ്റെ അമ്മൂമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും. സച്ചി അങ്ങോട്ട് നല്ല മാസ് ഡയലോഗ് അടിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മൂമ്മ മരിച്ചു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യാനാണ്? ഞാൻ വളർത്തും, എൻ്റെ കയ്യിലും കാലിലും തോളത്തും തലയിലും വെച്ച് എങ്ങനെയാണോ വളർത്തുന്നത് വെച്ചാൽ ഞങ്ങൾ ആ രീതിക്ക് വളർത്തും. നിങ്ങളും ഒരു അമ്മയല്ലേ, നിങ്ങളും മക്കളെ പ്രസവിച്ചൊരു അമ്മയല്ലേ, നിങ്ങൾക്കും വിഷമം വരുന്നില്ലേ? എനിക്ക് എന്തോന്ന് വിഷമം വരാനാണ്? ചന്ദ്രമതിക്ക് പൊതുവേ സച്ചിനെ കണ്ടുകൂടാ, രേവതിയെ കണ്ടുകൂടാ, അവർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ഇഷ്ടവുമില്ല. അങ്ങനെ സച്ചി അങ്ങോട്ട് മാസ് ഡയലോഗ് അടിക്കുകയാണ്. നിങ്ങൾ തോളത്ത് കിടക്കുന്ന എന്തെന്ന് മാത്രമല്ലേ കണ്ടുള്ളൂ, ആ തോളത്ത് കിടക്കുന്ന എന്താണ് സംഭവം എന്ന് കണ്ടില്ലല്ലോ, ഞാൻ തിരിഞ്ഞു നിന്ന് തരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി താഴോട്ട് ഇറങ്ങി വരുന്നത്. ശ്രുതി താഴോട്ട് ഇറങ്ങി വരുമ്പോഴും സച്ചി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ മുഖം കാണാൻ പറ്റുന്നത്. ശ്രുതി ഇത് കണ്ടും കൊണ്ട് അങ്ങ് ഞെട്ടിപ്പോകുന്നു കേട്ടോ. തൻ്റെ കുഞ്ഞ് ഇവിടെയാണ്. അപ്പോഴാണ് പറയുന്നതൊക്കെ ശ്രുതി കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അതായത് ഇതിനെയും പ്രസവിച്ച ഒരമ്മയാണ്, അതും എന്താണ് മനസാക്ഷിയുള്ളൊരു അമ്മയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി കരയുന്നുണ്ട്. ഇവർ പറയുന്നതെല്ലാം കേട്ട് ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും വിടണം, ഇവിടെ നിന്ന് വളർത്താൻ പറ്റില്ല എന്നൊക്കെ ഉറപ്പിച്ച് പറയുമ്പോൾ ശ്രുതി മാറി നിന്ന് കരയാണ്. ശ്രുതിക്ക് വേറെ ഒരു നിവൃത്തിയില്ലെന്ന് വെച്ചാൽ തൻ്റെ അമ്മ ആശുപത്രിയിലായിപ്പോയി, തൻ്റെ മോൻ ഇപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും കയ്യിലായിപ്പോയി, എന്ത് ചെയ്യണം? തൻ്റെ കള്ളക്കഥകൾ ഇനിയിപ്പോൾ പൊട്ടി പാളീസാവുമെന്നുള്ളത് ശ്രുതിക്ക് നല്ലവണ്ണം അറിയാം. ശ്രുതി അവിടെ നിന്നും കൊണ്ട് നല്ലതുപോലെ കരയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ശ്രുതിക്ക് തന്നെ അറിഞ്ഞുകൂടാതിരിക്കുകയാണ്. ശ്രുതി അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, രേവതി അമ്മ ഒരു കുഞ്ഞല്ലേ, കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് ആശുപത്രിയിൽ ഇട്ടിട്ട് വരുന്നത്? അതിൻ്റെ അമ്മൂമ്മയ്ക്ക് ബോധവുമില്ല, പിന്നെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഇതൊക്കെ നമ്മുടെ ശ്രുതി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്.
ശ്രുതിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിപ്പോയി. ചന്ദ്രമതിയുടെ വഴക്ക് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രമതി അങ്ങ് അലറി കൊണ്ട് സംസാരിക്കണം, കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, കുഞ്ഞിനെ പുറത്തെവിടെയെങ്കിലും ആക്കണം, ഇവിടെ വളർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് വഴക്ക്. അതിനനുസരിച്ച് നമ്മുടെ സച്ചിയും കൊടുക്കുന്നുണ്ട്. രേവതി അങ്ങ് കിച്ചണിലോട്ട് പോകണം. രേവതിയോട് പറയണം, ഇടി അവിടെ നിൽക്കടി, നിന്നോടല്ലേ അമ്മ ഇവിടെ തന്നെത്താനെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് കിച്ചണിൽ ജോലിയുണ്ട്, എനിക്ക് അമ്മയുടെ വാക്കും കേട്ടൊന്നും നിന്നാൽ പറ്റില്ല, എനിക്ക് ആഹാരം ഉണ്ടാക്കണം, അത് പോയിട്ട് ആ കുഞ്ഞ് വിശന്നിരിക്കുകയാണ്, കുഞ്ഞിനും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ശ്രുതി നിന്ന് കണ്ടും കേട്ടും കൊണ്ട് നിൽക്കുകയാണ്. ശ്രുതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്രുതി എന്ത് ചെയ്യണം? അമ്മ ആശുപത്രിയിലായി, ഇനി എങ്ങനെയെങ്കിലും അമ്മയെ ചെന്ന് ആശുപത്രിയിൽ ചെന്ന് അമ്മയെ ചെന്ന് നോക്കാൻ പോകണം. എവൻ്റെ കാര്യം അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇവിടെ പറയുമോ, എന്നെ ഇനിയിപ്പോൾ ആൻറ്റി എന്ന് വിളിക്കുമോ എന്നൊക്കെയുള്ള ഭയം നമ്മുടെ ശ്രുതിക്കുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.